ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ദിനങ്ങളിലേക്ക് നാം അടുത്തു വരുന്നു. പരിശുദ്ധ അമ്മയുടെ ഓരോ അപദാനത്തെയും ധ്യാന വിഷയമാക്കുന്ന ഈ നിമിഷങ്ങളിൽ ഇന്നത്തെ ദിവസം പ്രത്യേകമായി പരിശുദ്ധ അമ്മ ക്വീൻ ഓഫ് ഫാമിലീസ്, കുടുംബങ്ങളുടെ രാജ്ഞി എന്ന ലുത്തിനിയായിൽ നാം ഏറ്റുപറയുന്ന പ്രാർത്ഥനയുടെ വചസ്സുകളെ നമുക്ക് ധ്യാനിക്കാം. നമുക്കറിയാം, പരിശുദ്ധ അമ്മ ക്വീൻ ഓഫ് ഫാമിലീസ് എന്നുള്ള ആ ലുത്തിനിയുടെ ഭാഗം ചേർത്തത് പരിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. പരിശുദ്ധ അമ്മ കുടുംബങ്ങളുടെ രാജ്ഞിയാണ്, തിരുസഭയുടെ മാതാവാണ്. നമുക്കറിയാം, ഓരോ കുടുംബവും ഒരു ഗാർഹിക സഭയാണ്. ഒരു ശിശു ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ശിശുവിനെ വചനത്തിൽ, വിശ്വാസത്തിൽ വളർത്തുക, ഉദാശകളിലേക്ക് അവനെ ഒരുക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് മാതാപിതാക്കളാണ്. ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ, ഈശോയ്ക്ക് അനുരൂപരായി വളർന്നു വരുവാൻ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പരിശീലിക്കപ്പെടുമ്പോൾ അതിന് ഏറ്റവും ഉദാത്തമായ മാതൃക പരിശുദ്ധ അമ്മയാണ്. അതോടൊപ്പം കുടുംബജീവിതം നയിക്കുന്നവർക്ക് മാതൃകായോഗ്യമായ കുടുംബം എന്ന് പറയുന്നത് നസ്രത്തിലെ കുടുംബമാണ്. ദൈവഹിതത്തിന് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നെ നിറവേറട്ടെ എന്ന് ഏറ്റുപറഞ്ഞ് സ്വപുത്രനെ ഉദരത്തിൽ വഹിച്ച നിമിഷം മുതൽ കാൽവരിയിൽ സ്വന്തം പുത്രന്റെ ജീവൻ ബലിയർപ്പിക്കപ്പെടുന്നത് കാണുകയും അവസാനം തന്റെ പുത്രനെ, ചേതനയേറ്റ പുത്രന്റെ ശരീരം സ്വന്തം മടിയിൽ കിടത്തുകയും ചെയ്ത പരിശുദ്ധ അമ്മ ആ നിമിഷങ്ങളിലൊക്കെയും ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന വചനം ജീവിതത്തിൽ നിറവേറ്റുകയാണ്. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മ നമുക്ക് വലിയൊരു ശക്തിയായി, തുണയായി, അഭയകേന്ദ്രമായി മാറുന്നു. നസ്രത്തിലെ കുടുംബത്തിൽ ഭർത്താവായ യോസേപ്പിനോടും ചേർന്ന് നിന്നുകൊണ്ട് സ്വപുത്രനെ ദൈവവിശ്വാസത്തിലും ദേവാലയവുമായി ബന്ധപ്പെടുത്തി വളർത്തിക്കൊണ്ടുവന്ന പരിശുദ്ധ അമ്മ ഓരോ മാതാവിനും പിതാവിനും മക്കളെ എപ്രകാരം രൂപപ്പെടുത്തണമെന്നും എപ്രകാരം വളർത്തണമെന്നും തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നു. സ്നേഹത്തിൻ്റെ വിളിക്ക് ഇതാ ഞാനെന്നും, സഹനത്തിൻ്റെയും വേദനയുടെയും നിമിഷങ്ങളിൽ അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്നും പ്രത്യുത്തിരിച്ച പരിശുദ്ധ അമ്മയുടെ വലിയ ശക്തി, മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിന് എന്നും കോട്ടയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.